ഹായ്, തൊട്ട് മുന്നേയുള്ള വീഡിയോയിൽ നമ്മൾ സിക്കിം എന്ന സ്റ്റേറ്റിനെ പറ്റി പറഞ്ഞു. അവിടെയുള്ള ആളുകൾക്ക് ഇൻകം ടാക്സ് വരില്ല എന്ന് പറഞ്ഞു. അപ്പോൾ പലർക്കും വന്നൊരു സംശയമാണ്, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് അവിടെ പോയിട്ടൊരു കമ്പനി തുടങ്ങിയാൽ പോരെ, അല്ലെങ്കിൽ ഒരു ബിസിനസ് സ്റ്റാർട്ട് ചെയ്താൽ പോരെ, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇൻകം ടാക്സ് വരില്ലല്ലോ. പക്ഷേ ഞാൻ വീഡിയോയിൽ വ്യക്തമായിട്ട് പറഞ്ഞിരുന്നു, ദിസ് എക്സംഷൻ ഈസ് ഓൺലി അപ്ലിക്കബിൾ ടു സിക്കിമീസ് ഇൻഡിവിജ്വൽ. ഓക്കെ, അല്ലാതെ നമ്മൾ അവിടെ പോയിട്ടൊരു ബിസിനസ് ചെയ്താലോ കമ്പനി സ്റ്റാർട്ട് ചെയ്താലോ ഇവിടെ എങ്ങനെയാണോ ടാക്സ് വരുന്നത് അതുപോലെ തന്നെ അവിടെയും വരും. അപ്പോൾ ചിലർ ഓവർ സ്മാർട്ടായിട്ട് ചിന്തിക്കുന്നുണ്ടാവും, അങ്ങനെയാണെങ്കിൽ അവിടെ പോയിട്ടൊരു കല്യാണം കഴിച്ചാലോ, ആ ഒരു ഗേള് ആൾറെഡി സിക്കിമീസ് ആണല്ലോ, അവരുടെ പേരിൽ ഒരു കമ്പനി സ്റ്റാർട്ട് ചെയ്തിട്ട് ഇങ്ങനെ ടാക്സ് ഇവേഷൻ ചെയ്യാലോ. സംഭവം ഒരു ജെന്യുവനായ ഡൗട്ടാണ്. പക്ഷേ ഇത് നമ്മൾ പൂർവികർ ആൾറെഡി ചെയ്തത് കൊണ്ടാവാം 1 ഏപ്രിൽ 2008 മുതൽ ഗവൺമെൻറ് ഓഫ് ഇന്ത്യ ഒരു റൂള് ഇറക്കിയിട്ടുണ്ട്. 1 ഏപ്രിൽ 2008 അതിന് ശേഷമോ ഏതെങ്കിലും ഒരു നോൺ സിക്കിമീസ് ആയിട്ടുള്ള, അതായത് സിക്കിമിൽ നിന്ന് പുറത്തുള്ള ഒരു വരൻ സിക്കിമിൽ നിന്നുള്ള ഒരു ഗേളിനെ കല്യാണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഒരു ഗേളിന് ആ ഒരു എക്സംഷൻ എന്നുള്ള ഒരു പവർ കംപ്ലീറ്റ്ലി പോയി കിട്ടും. എങ്ങനെ ഇരിക്കണം? പിന്നെ നമ്മുടെ പോലെ തന്നെ ആയി ആ ഒരു ഗേളും, അവർക്കും ഇതുപോലെ തന്നെ ടാക്സ് വരും, ജസ്റ്റ് ബിക്കോസ് ഓഫ് ദിസ് മാരേജ്. അപ്പോൾ ചിലർ വിചാരിക്കുന്നുണ്ടാവും, അങ്ങനെയാണെന്നുണ്ടെങ്കിൽ സിക്കിമിൽ നിന്നും കല്യാണം കഴിച്ചു ആ ഗേളിന് എന്തായാലും എക്സംഷൻ കിട്ടില്ല, പക്ഷേ അവരുടെ കുട്ടികൾക്ക് എക്സംഷൻ കിട്ടുമെന്നുള്ളത് അതും കിട്ടില്ല. അതിൻ്റെ കാരണം എന്താ വെച്ചാൽ ആ സിക്കിമിൽ ഒരു രജിസ്റ്റർ ഉണ്ട്, അവിടെ ഉള്ള ആളുകളുടെ പേര് മെൻഷൻ ചെയ്തിട്ടുള്ള ഒരു രജിസ്റ്റർ ഉണ്ട്. അതിൽ ഒരു കുട്ടിക്ക് സിക്കിമീസ് ആവണമെന്നുണ്ടെങ്കിൽ ആ കുട്ടിയുടെ ഫാദർ, ബ്രദർ, ഗ്രാൻഡ് ഫാദർ ഇവരാരെങ്കിലും സിക്കിമീസ് ആയിരിക്കണം. ഇതിൽ മദർ, സിസ്റ്റർ, ഗ്രാൻഡ് മദർ എന്ന് മെൻഷൻ ചെയ്തിട്ടില്ല. ഇതും ജെൻഡർ ഡിസ്ക്രിമിനേഷനാണ്. അതുകൊണ്ട് തന്നെ ആ ഒരു കുട്ടിക്കും ഈ ഒരു എക്സംഷൻ ക്ലെയിം ചെയ്യാൻ പറ്റില്ല. പക്ഷേ കഴിഞ്ഞ വർഷം 2023 സുപ്രീം കോടതി ഒരു വിധി ഇറക്കിയിട്ടുണ്ട്. ഇതൊരു ജെൻഡർ ഡിസ്ക്രിമിനേഷൻ ആണ്. കഴിഞ്ഞ വർഷം ഈ ഒരു സംഭവം സ്ട്രൈക്ക് ഓഫ് ചെയ്തു. അതായത് വീണ്ടും സിക്കിമീസ് ആയിട്ടുള്ള ഗേൾസിന് പുറത്തുള്ള സിക്കിം അല്ലാത്ത ബോയ്സിനെ കല്യാണം കഴിച്ചാലും ആ ഒരു എക്സംഷൻ പോവില്ല എന്നാണ് പറയുന്നത്. ഇതിന് വേണ്ടിയിട്ട് ഇനി ആക്ട് അമെൻഡ് ചെയ്യും, അതിനുള്ള ഫർദർ സ്റ്റെപ്സ് ഉണ്ടാവും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ മേ ബി ഇതിനെ കൗണ്ടർ അടിക്കാൻ വേറെ എന്തെങ്കിലും ഒരു റൂൾസ് ആൻഡ് റെഗുലേഷൻസ് വരാനുള്ള ചാൻസ് കാണുന്നുണ്ട്. അല്ലെങ്കിൽ ഒരുപാട് പേർക്ക് ടാക്സ് ഇവേഷൻ ചെയ്യാൻ പറ്റും സിക്കിമിൽ വെച്ചിട്ട്. നമ്മൾ ഒരിക്കലും ടാക്സ് ഇവേഷനെ പ്രൊമോട്ട് ചെയ്യുക അല്ലെങ്കിൽ കാര്യങ്ങൾ പറയല്ല, പക്ഷേ ഇത് നിയമത്തിലുള്ള ചില കാര്യങ്ങളാണ് പറയുന്നത്. ഇതുപോലെ ഇൻഫോർമേറ്റീവായ വീഡിയോസിന് വേണ്ടി എന്നെ ഫോളോ ചെയ്യൂ. താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ. ഇറ്റ്സ് മീ ഫായിസ് മുഹമ്മദ്.